ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നിമിഷം പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങയുടെ പുത്രൻ്റെ മഹത്വം ഞങ്ങളുടെ ജീവിതത്തിൽ വ്യാപരിക്കപ്പെടാൻ നീ കൃപ ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വചനം ഇങ്ങനെ പറയുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 48 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ജീവൻ്റെ അപ്പമാണ്. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ വെച്ച് മന്ന ഭക്ഷിച്ചു, എങ്കിലും അവർ മരിച്ചു. ഇതാവട്ടെ മനുഷ്യൻ ഭക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗത്തിൽ നിന്നിറങ്ങിയ അപ്പമാണ്. അത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാണ്. ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമാണ്. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു അക്രൈസ്തവ സമുദായത്തിൽ നിന്ന് മാമോദിസ സ്വീകരിച്ച സഭയിലേക്ക് വന്ന വ്യക്തികളാണ്. ഞങ്ങൾ മാമോദിസ സ്വീകരിക്കാനൊക്കെ ഒരുങ്ങിയിരുന്ന സമയത്ത് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയൊരു ചലഞ്ച് ഈ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. അത് ഞങ്ങളുടെ സമുദായത്തിൽ നിന്ന് ഒരുപാട് എതിർപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനെ അതിജീവിക്കുന്നതിലും അപ്പുറം ഈ കുർബാനയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ് ഞങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ ഒരു ചലഞ്ച്. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സെക്ടറൽ ആശയങ്ങൾ, ഈവൻ കാത്തലിക്സിൻ്റെ ഇടയ്ക്ക് നിന്ന് പോലും കുറച്ച് കാര്യങ്ങളിങ്ങനെ വരുന്നു. പലരും നമ്മളോടിങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നു, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാമോദിസ സ്വീകരിക്കാനായിട്ട് തയ്യാറായി വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെയൊക്കെ ഒരൊറ്റ ഉത്തരം ഇതാണ്: പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ഒരുങ്ങിയാണ് ഞങ്ങൾ മാമോദിസ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒത്തിരി അവരിൽ നിന്നൊക്കെ കേൾക്കേണ്ടി വന്ന ഒരുപാട് കാര്യങ്ങൾ അന്നൊക്കെ ഒരുപാട് മുറിപ്പെടുത്തിയിരുന്നു. പ്രത്യേകിച്ച് ഇങ്ങനെ സെക്ടറൽ വിഭാഗക്കാരൊക്കെ പറയുന്നു കുർബാനയൊന്നുമില്ല, അത് വെറുമൊരു വിഗ്രഹാരാധനയാണ്, വെറുമൊരു ഗോതമ്പപ്പത്തെ നമ്മളെങ്ങനെയാണ് ആരാധിക്കുന്നത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ ചില ആശയങ്ങൾ. ഈവൻ കാത്തലിക്സിൻ്റെ ഭാഗത്തുനിന്ന് പോലും പല കാര്യങ്ങളും ഇങ്ങനെ കേൾക്കേണ്ടി വന്ന കാര്യം ഇതാണ്: അത് വെറുമൊരു ആഘോഷം മാത്രമാണ്, പ്രതീകം മാത്രമാണ്, വെറുമൊരു വിശ്വാസം മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ കുറേ ആശയങ്ങളെല്ലാം ഇതുപോലെ കേൾക്കേണ്ടി വരുമ്പോൾ അന്നത്തെ സമയത്ത് ഒരുപാട് മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നിരുന്നു. കാരണം വിച്ച് ഈസ് ട്രൂത്ത് എന്നുള്ള ഒരു അന്വേഷിച്ച് നടക്കുന്നൊരു സമയമാണല്ലോ. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്നും ഇന്നും എന്നും ഉറച്ചു നിൽക്കാൻ കാരണം 1-2 റീസൺസ് ഉണ്ട്. ഒന്ന്, ഞാൻ ജനിച്ചതിന് ശേഷം എനിക്ക് സംസാരിക്കാൻ സാധിക്കില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രശ്നത്തിലൂടെ ഞാൻ കടന്നു പോയിരുന്നു ഏതാണ്ട് ഒരു 8 വയസ്സ് വരെ. കാരണം എനിക്ക് നാക്കിന് ചെറിയ പ്രശ്നമായിട്ടാണ് ഞാൻ ജനിച്ചത്. എന്നിട്ട് എനിക്ക് അധികം സംസാരിക്കാൻ പറ്റില്ല. 1-2 വാക്കൊക്കെ പറയാനുള്ള ഒരു എബിലിറ്റി മാത്രമേ എൻ്റെ നാവിലുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ ഒരു 8 വയസ്സുള്ളപ്പോൾ എൻ്റെ നാട്ടിലൊരു ലാറ്റിൻ പള്ളിയിൽ പപ്പയുടെ ഒരു കൂട്ടുകാരൻ്റെ കല്യാണത്തിന് ഞങ്ങൾ പങ്കെടുത്തു. ആ വിവാഹത്തിന് വേണ്ടി അവിടെ വിശുദ്ധ കുർബാന കൊടുത്തപ്പോൾ എല്ലാവരും കയറി ലൈൻ നിന്നപ്പോൾ ഞാനും കയറി ലൈൻ നിന്നു. അന്നെന്തോ വലിയൊരു ദൈവത്തിൻ്റെ കരുണയാണ്, ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അന്ന് ആരും എന്നെ തടയാനൊന്നും വന്നില്ല. അന്ന് എനിക്കൊരു പരിശുദ്ധ കുർബാന കിട്ടിയിട്ടുണ്ട്. അന്ന് എനിക്ക് അറിയില്ല ഇതെന്താണ് അവിടെ കൊടുക്കുന്നത്. ഞാൻ അന്ന് ഇന്നും അത് ഓർക്കുന്നുണ്ട്. കാരണം ഒരു അൾത്താരയില്ല, ഒരു വൈദികനെ ഒന്നും അല്ല ഞാൻ കണ്ടത്. ഞാനൊരു ഈശോയെ പോലെ ഒരാൾ ഒരു ഷോളൊക്കെ ഇട്ടിട്ട് ഒരു സ്പൂണിൽ ഒരു ഐസ് ക്യൂബ് പോലെ എന്തോ ഒരു സാധനം വെച്ച് ഇങ്ങനെ നീട്ടിപ്പിടിച്ച് നമ്മുടെ നാവിലേക്ക് വെച്ച് തരുന്നു. അത് സ്വീകരിച്ചാൽ മാത്രമേ എനിക്ക് നന്നായിട്ടൊന്ന് ഫീൽ ചെയ്തത് എൻ്റെ നാവൊക്കെ ഭയങ്കര ഒരു തീക്കട്ട ഇങ്ങനെ വെച്ച് പൊള്ളിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റ് ഇറ്റ് സെൽഫ് ഐ ബിഗാൻ ടു സ്പീക്ക്. ഞാൻ ആ അടുത്തൊരു മൊമെൻറ്റ് മുതൽ ഞാൻ സംസാരിക്കാൻ തുടങ്ങി എന്നുള്ളത് ഇതെൻ്റെ പച്ചയായ ഒരു ജീവിത അനുഭവമാണ്. അപ്പോൾ ആരൊക്കെ കുർബാനയെക്കുറിച്ച്, എനിക്ക് തോന്നുന്നു പണ്ടുകാലം തൊട്ട്, കർത്താവിൻ്റെ കാലം തൊട്ട് ഇന്ന് വരെ ഇങ്ങനത്തെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ മുഴുവൻ ഈ ചുറ്റിപ്പറ്റി നിൽക്കുന്ന പരിശുദ്ധ കുർബാനയെ ചൊല്ലിയാണ്. ഇതെങ്ങനെ സ്വീകരിക്കും? ഈ ശിഷ്യന്മാരൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ടിട്ട് 60-ാമത്തെ വചനത്തിലൊക്കെ യോഹന്നാൻ 6:60 പറയുന്നു, ഇത് കേട്ട് അവൻ്റെ ശിഷ്യന്മാരിൽ പലരും പറഞ്ഞു, ഈ വചനം കഠിനമാണ്, ഇത് ശ്രവിക്കാൻ ആർക്ക് കഴിയും? തൻ്റെ ശിഷ്യന്മാർ പിറുപിറുക്കുന്നെന്ന് മനസ്സിലായ യേശു അവരോട് ചോദിച്ചു, ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുത്തുന്നവോ? അതിനുശേഷം 66 പറയുന്നുണ്ട്, ഇതിനുശേഷം അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നില്ല. യേശു 12 പേരോടായി ചോദിച്ചു, നിങ്ങൾക്കും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? 12 പേരോടായിട്ട് അവൻ ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്കും പോകാൻ ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവിൻ്റെ കാലം തൊട്ട് തന്നെ ഈ ഒരു ഇങ്ങനെ സെക്ടറായിട്ട് ഇങ്ങനെ മാറിപ്പോകുന്ന ഒരു പ്രതീതി കർത്താവ്. കാരണം ഈ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് പലർക്കും അതൊരു അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു കാലഘട്ടത്തിലും നമ്മൾ പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ശക്തമായിട്ട് പറയുമ്പോൾ പല വ്യക്തികൾക്കും അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി ഉണ്ടാവുന്ന പ്രശ്നം മുഴുവൻ കുർബാനയെ ചൊല്ലിയ അന്ന് മുതൽ ഇന്ന് വരെ പരിശുദ്ധ കുർബാനയെ ചൊല്ലിയാണ്.
ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ എൻ്റെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോ സാഹചര്യത്തിൽ കടന്നു പോകും തോറും ഓരോ നിർണായക ഘട്ടത്തിൽ ഞാൻ തീരുമാനമെടുത്തിരുന്ന എല്ലാം പരിശുദ്ധ കുർബാനയുടെ ഫ്രണ്ടിൽ ഇരുന്ന് തന്നെയാണ്. ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, ഞാൻ എൻ്റെ M.Tech ഒക്കെ ചെയ്തത് മാമോദിസയ്ക്ക് ശേഷമാണ്. മാമോദിസയ്ക്ക് ശേഷം ആണ് എനിക്ക് M.Tech അഡ്മിഷൻ കിട്ടുന്നത്, കോളേജിൽ പഠിച്ചു വരുന്നത്. ആ സമയത്തൊക്കെ ഞാൻ എക്സാമിനൊക്കെ പഠിച്ചിരുന്നത് സക്രാരിയുടെ ഫ്രണ്ടിലിരുന്നിട്ടാണ്. കാരണം ഒരു ജ്ഞാനത്തിൻ്റെ ദാതാവ് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന എന്നുള്ള വ്യക്തമായ ഒരു ബോധ്യം കൊണ്ടാണ് അവിടെ പോയിരുന്നാണ് പഠിക്കുന്നത്. സക്രാരിയുടെ ഫ്രണ്ടിൽ ലൈറ്റ് ഇട്ടിട്ട് അവിടെ ഇരുന്ന് പഠിക്കും. ഞാൻ ഈ മാമോദിസയ്ക്ക് ശേഷം ഒരൊറ്റ എക്സാമോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും മീറ്റിങ്സോ ഇൻ്റർവ്യൂസോ ഒറ്റ കാര്യം പോലും പരിശുദ്ധ കുർബാന സ്വീകരിക്കാതെ ഞാൻ അറ്റൻഡ് ചെയ്യാറില്ല. ഞാൻ രാവിലെ പരിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുത്തിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ശൈലിയുണ്ട്. ഞാൻ എൻ്റെ ഈശോയെ ഞാൻ എൻ്റെ നാവിൽ ഹോൾഡ് ചെയ്യും, അവിടെ വയ്ക്കും. അവിടെ വെച്ചിട്ട് പെട്ടെന്ന് ഞാൻ ഇറക്കില്ല. ഞാനിങ്ങനെ നാവിൽ ഹോൾഡ് ചെയ്തിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ ഉണ്ടാകട്ടെ എന്ന ഒറ്റ വചനത്താൽ സകലത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവേ നീയാണല്ലോ എൻ്റെ നാവിൻ തുമ്പിലിരിക്കുന്നത്, അല്ലേ? ഉണ്ടാകട്ടെ എന്ന ഒറ്റ വചനത്താൽ സകലത്തെയും സൃഷ്ടിച്ച കർത്താവ്, നമുക്ക് വേണ്ടി ഭൂമിയിലേക്ക് അവതരിച്ച യേശു തമ്പുരാൻ, നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ചവൻ, ഉച്ച മുതൽ ഉള്ളം കാല് വരെ ഇഞ്ചിഞ്ചായി പീഡയേറ്റവൻ, നമുക്ക് വേണ്ടി കുരിശ് വഹിച്ചവൻ, നഗ്നനാക്കപ്പെട്ടവൻ, 3 ആണികളിൽ തറയ്ക്കപ്പെട്ട് നമുക്ക് വേണ്ടി മരിച്ചവൻ, നമുക്ക് വേണ്ടി ഉദ്ധാനം ചെയ്തവൻ, സ്വർഗത്തിലേക്ക് പോയവൻ, ഇന്നും ജീവിക്കുന്നവൻ, ആദിയും അന്ത്യമായവൻ, ആൽഫയും ഒമേഗയുമായവൻ ഗോതമ്പപ്പത്തുണ്ടിനുള്ളിൽ മറഞ്ഞിരിക്കുന്നു. യെശയ്യാ 45:15 പറയുന്നു, ഇസ്രായേലിൻ്റെ നാഥനും രക്ഷകനുമായവനെ അങ്ങ് സത്യമായും മറഞ്ഞിരിക്കുന്ന ദൈവമാണ്. അപ്പത്തിനുള്ളിൽ മറഞ്ഞിരുന്നു കൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു കർത്താവ്, അപ്പത്തിനുള്ളിൽ ഹൈഡ് ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ഒരു ദൈവം. ആ ദൈവത്തെ നാവിൽ ഹോൾഡ് ചെയ്തിട്ട് എൻ്റെ ആവശ്യങ്ങൾ മുഴുവൻ ഞാൻ പറയുന്നത് ആ കർത്താവിനോടാണ്. കാരണം ഞാൻ സഭയിലേക്കൊക്കെ വന്ന സമയത്ത് ഈശോനോട് വ്യക്തമായ ഒരു കാര്യം പറഞ്ഞിരുന്നു, നിനക്കെന്ത് ആവശ്യമുണ്ടെങ്കിലും നീ സഭയിൽ എന്നെ കണ്ടാൽ മതി, എന്നോട് മാത്രം ചോദിച്ചാൽ മതി. നീ സഭയിൽ എന്താവശ്യമുണ്ടെങ്കിലും നീ എന്നോട് മാത്രം ചോദിക്കുക, എന്നെ മാത്രം കാണുക. വ്യക്തികളിലേക്ക് നീ ഫോക്കസ് ചെയ്യരുത്, അധികാരികളിലേക്ക് നീ നോക്കരുത്, നീ എന്നെ മാത്രം കാണുക. അന്ന് മുതൽ ഞാൻ കുർബാനയിലാണ് സകലതും സമർപ്പിച്ചിരുന്നത്. എന്നിട്ട് ഞാൻ എൻ്റെ നാവിൽ വെച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവേ എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈശോനോട് പറയും. 1 മണിക്കൂറൊക്കെ ഇങ്ങനെ നാവിൽ ഹോൾഡ് ചെയ്തിട്ട് ആരാധിക്കാൻ തുടങ്ങും. ദൈവമേ, ദിവ്യകാരുണ്യനാഥ, ഞാൻ നിന്നെ ആരാധിക്കുന്നു. അതിനുശേഷം ഞാൻ എന്തെങ്കിലുമൊക്കെ വഴികളൊക്കെ അടഞ്ഞിരിക്കുമ്പോഴൊക്കെ എൻ്റെയൊക്കെ മനസ്സിൽ വരുന്നൊരു ചിന്ത ഇതാണ്, അടഞ്ഞ വാതിലിനപ്പുറം വാതിൽ തുറക്കാൻ കഴിവുള്ളവൻ പരിശുദ്ധ കുർബാനയിൽ എൻ്റെ നാവിൻ തുമ്പിലിരിക്കുന്നു. യെശയ്യാ 22:22 പറയുന്നു, അവൻ തുറന്നാൽ പിന്നെ ആരും അടയ്ക്കില്ല. ആർക്കും അടയ്ക്കാൻ പറ്റാത്ത അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ കർത്താവ് തുറക്കും നമുക്ക് മുമ്പിൽ. ആർക്കും അടയ്ക്കാൻ പറ്റാത്ത അനുഗ്രഹത്തിൻ്റെ വാതിലുകൾ. നാവിൻ തുമ്പിൽ കർത്താവിനോട് പറയും, കർത്താവേ ഇതെനിക്ക് ആവശ്യമാണ്. ഇനി എന്തെങ്കിലും രോഗത്തിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ ഞാൻ നേരിടുന്നുണ്ടെങ്കിൽ ഞാൻ പറയും, എൻ്റെ പൊന്നു കർത്താവേ, സൗഖ്യദായക നീയാണല്ലോ എൻ്റെ നാവിൻ തുമ്പിലിരിക്കുന്നത്. എൻ്റെ നാവിലിരുന്ന് കർത്താവ് കീറി മുറിയുമ്പോൾ യെശയ്യാ 53:5 എൻ്റെ ചെവികളിൽ അലയടിക്കും. എൻ്റെ അടിപ്പിണരിഞ്ഞാൽ നിനക്ക് സൗഖ്യമുണ്ട്. അവൻ എൻ്റെ നാവിൻ തുമ്പിലിരുന്ന് കീറി മുറിയപ്പെടുന്നു. അവൻ്റെ അടിപ്പിണരിൽ നിന്ന് സൗഖ്യത്തിൻ്റെ തിരുരക്തം നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും, ഉച്ച മുതൽ ഉള്ളം കാല് വരെ. കാരണം അത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്, ക്രിസ്തുവിൻ്റെ രക്തമാണ് നമ്മൾ സ്വീകരിച്ച് നാവിൽ വെച്ചിരിക്കുന്നത്. ആ തിരുവോസ്തി മുറിയപ്പെടുമ്പോൾ ഈ യെശയ്യാ 53:5 അവിടെ പ്രാവർത്തികമാണ്. എൻ്റെ അടിപ്പിണരിഞ്ഞാൽ നിനക്ക് സൗഖ്യമുണ്ട്. അവൻ്റെ അടിപ്പിണരിൽ നിന്ന് ആ സൗഖ്യപ്പെടുത്തുന്ന തിരക്തം പയ്യെ നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. ഉച്ച മുതൽ ഉള്ളം കാല് വരെ തിരക്തം ഒഴുകാൻ തുടങ്ങും. രോഗമുള്ള അവസ്ഥകളിലേക്കൊക്കെ യേശുവിൻ്റെ രക്തം കടന്നു ചെല്ലും. നമ്മുടെ മനസ്സിൻ്റെ തലങ്ങളിലേക്ക് തിരക്തം കടന്നു ചെല്ലും. മനസ്സിൻ്റെ കാലാകാലങ്ങളെ കെട്ടിക്കിടക്കുന്ന മുറിവുകൾ, വേദനപ്പെടുത്തുന്ന നൊമ്പരങ്ങൾ, മാറ്റി നിർത്തലിൻ്റെ സംഭവങ്ങൾ, വേദനകൾ, അവഗണനയുടെ നൊമ്പരങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഇതിലേക്കെല്ലാം യേശുവിൻ്റെ തിരക്തം കടന്നു ചെല്ലും. നമ്മുടെ ആത്മാവിൻ്റെ തലങ്ങളിലേക്ക് കർത്താവിൻ്റെ രക്തം ഒഴുകി ഇറങ്ങും. പാപദുശീലങ്ങളുടെ മേലെ യേശുവിൻ്റെ തിരക്തം കടന്നു ചെല്ലും. നമ്മുടെ ചിന്താമണ്ഡലങ്ങളുടെ മേലെ യേശുവിൻ്റെ രക്തം കടന്നു ചെല്ലും. നമ്മുടെ ഹൃദയ തലങ്ങളിലേക്ക് കർത്താവിൻ്റെ തിരക്തം കടന്നു ചെല്ലും. അവൻ്റെ ശരീരത്തിൻ്റെ ഓരോ പാർട്സും നമ്മുടെ ശരീരത്തിലേക്ക് അലിഞ്ഞു ചേരും. അതാ യോഹന്നാൻ 6:56 പറയുന്നത്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ
എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. കാരണം വിട്ടുപിരിക്കാൻ പറ്റാത്ത ഒരു വലിയൊരു ബന്ധം ദൈവം ഈ ഒരു പരിശുദ്ധ കുർബാനയിലൂടെ സ്ഥാപിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധ കുർബാനയിൽ യേശു ഇല്ല എന്ന് പറഞ്ഞു വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ: പരിശുദ്ധ കുർബാനയ്ക്കുള്ളിൽ യേശുവുണ്ട്. അതെൻ്റെ ജീവിതമാണ്. കാരണം 8 വയസ്സ് വരെ സംസാരിക്കാതിരുന്ന എൻ്റെ നാവിനെ കൊണ്ട് സംസാരിപ്പിച്ച ഒരു ശക്തി പരിശുദ്ധ കുർബാനയ്ക്കകത്തുണ്ട്. ഇനി പഴയ നിയമത്തിലൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലേവ്യരുടെ പുസ്തകത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്, വിവിധതരം ബലികൾ നമ്മൾ കാണുന്നുണ്ട്. ദഹനബലി, ധാന്യബലി, സമാധാന ബലി, പാപപരിഹാര ബലി, പ്രായശ്ചിത്ത ബലി എന്ന് തുടങ്ങിയ ഒരു 5ഓളം ബലികളെക്കുറിച്ച് പഴയ നിയമത്തിൽ നമ്മൾ മാറി 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 വായിക്കുന്നുണ്ട്. ഈ ബലികളുടെ എല്ലാം ഒരു സമ്മറൈസ്ഡ് ഫോം, ഇതിനെല്ലാം ഏകീകരിച്ച ഒരു ഫോം നമുക്ക് കാണാൻ പറ്റുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. എന്നോട് ഇന്നൊരാൾ ചോദിക്കുകയാണ്, നിനക്ക് കിട്ടിയ ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഈ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ മാമോദിസ സ്വീകരിച്ച് അംഗമാകാൻ പറ്റി എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സഭയിൽ മാത്രമേ ഉള്ളൂ ആ ദൈവം ആഗ്രഹിച്ചിരുന്ന ആ ബലികൾ മുഴുവൻ ഏകീകരിച്ച് ഒരു പരിശുദ്ധ കുർബാന ബലി അർപ്പിക്കപ്പെടുന്നത് നമ്മുടെ അൾത്താരകളിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയാൻ കാരണം സകല നന്മകളും സൗഭാഗ്യങ്ങളും നിറഞ്ഞ് മകുടം ചൂടി നിൽക്കുന്ന സഭയിൽ എന്ന് നമ്മൾ കുർബാനയുടെ ഉദ്ദാനഗീതത്തിന് മുമ്പൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ആ സകല നന്മകളും കർത്താവ് ഒരുക്കി വെച്ചിരിക്കുന്നത് പരിശുദ്ധ കുർബാനയിലാണ്. പരിശുദ്ധ കുർബാനയിൽ സൗഖ്യമാകാത്ത ഒരു രോഗവും ഇല്ല. പരിശുദ്ധ കുർബാനയിൽ നിനക്ക് ലഭിക്കാത്ത ഒരു അനുഗ്രഹവുമില്ല. പരിശുദ്ധ കുർബാനയിൽ തുറക്കപ്പെടാത്ത ഒരു വാതിലുമില്ല. ചങ്ക് പൊട്ടി പ്രാർത്ഥിക്കുന്ന, കുർബാനയിൽ സമർപ്പിക്കുന്ന ഏതൊരു നിയോഗത്തിന് മേലെ പരിശുദ്ധാത്മാവ് ചലിക്കും. ശരിക്കും ഞാനൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഒരു തിരുവോസ്തി ആ ഒരു കുഞ്ഞ രൂപത്തിലേക്ക് കർത്താവ് വന്ന് നമ്മുടെ ഉള്ളിലേക്കൊക്കെ വരുന്നുണ്ട് അല്ലേ ഇങ്ങനെ. പക്ഷേ ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനോ കർത്താവിൻ്റെ ശക്തിക്കോ ഒന്നും ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. കാരണം സ്വർഗത്തിൻ്റെ അതേ മഹത്വം തന്നെയാണ് ആ ഒരു കുഞ്ഞ തിരുവോസ്തിയിലും ഉള്ളത്. വിശുദ്ധ അഗസ്തീനോസൊക്കെ പറയുന്നുണ്ട്, തിരുവോസ്തി എന്നൊക്കെ പറയുന്നത് കർത്താവ് ചെറുതാവലല്ല, കർത്താവ് ചെറിയ ഒരു അപ്പത്തിലേക്ക് വന്നിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നതല്ല, ദൈവത്തിൻ്റെ മഹത്വം അതേപടി തന്നെ ഒരു കുഞ്ഞ തിരുവോസ്തി. ഇനി അതിൻ്റെ ഒരു ടൈനി പീസ് നമ്മളൊക്കെ ഇങ്ങനെ കരങ്ങളിലൊക്കെ, ഇപ്പം ഈ ആഫ്റ്റർ കോവിഡിലൊക്കെ നമ്മൾ എത്തി നിൽക്കുമ്പോൾ കൂടുതലും കരങ്ങളിലൊക്കെയാണ് പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ കരങ്ങളിലൊക്കെ ഇങ്ങനെ നോക്കി കുർബാന സ്വീകരിച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു കുഞ്ഞ് അതിൻ്റെ ഒരു മൈന്യൂട്ട് പീസസ് നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിയിരിക്കും. ആ ഒരു മൈന്യൂട്ട് പീസിൽ പോലും ഒരു സ്വർഗത്തിൻ്റെ സമ്പൂർണ്ണമായ ഒരു സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈ തിരുവോസ്തി നമ്മുടെ ഉള്ളിലേക്ക് നമ്മൾ സ്വീകരിച്ച് കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദൈവം പിതാവ് ആ പുത്രൻ്റെ മഹത്വത്തിലേക്ക്, കാരണം പുത്രൻ്റെ ശരീരമാണ് നമ്മൾ സ്വീകരിക്കുന്നത്, ആ പുത്രൻ്റെ മഹത്വത്തിലേക്ക് നമ്മളെങ്ങനെ അപ്ലിഫ്റ്റ് ചെയ്യുകയാണ്, അപ്ഗ്രേഡ് ചെയ്യുകയാണ്. നമ്മൾ ആ ഒരു ദൈവിക സാന്നിധ്യത്തിലേക്ക് അപ്പാടെ മാറി വളരാൻ തുടങ്ങുകയാണ്. കർത്താവ് നമ്മുടെ ഉള്ളിൽ വന്ന് ചെറുതാവുകയല്ല ചെയ്യുന്നത്, കർത്താവ് അതേ സാന്നിധ്യത്തിൽ വന്നിട്ട് ഈ ചെറിയവനായ, എളിയവനായ, പാപിയായ, അശുദ്ധനായ, ഈ ജഡീഹനായ, ഈ നികൃഷ്ടനായ ഈ ഒരു ജീവിതത്തെ, ഈ ഒരു വ്യക്തിത്വത്തെ ദൈവമഹത്വത്തിൻ്റെ ആ ഒരു ലെവലിലേക്ക് നമ്മളെ പിടിച്ച് അപ്ഗ്രേഡ് ചെയ്യുക ചെയ്യുന്നത്. വിശുദ്ധ അഗസ്തീനോസിൻ്റെയൊക്കെ കാഴ്ചപ്പാടിൽ അങ്ങനെയാണ്. കാരണം ദൈവം നമ്മളിലേക്ക് വന്ന് ചെറുതാകുകയല്ല ചെയ്യുന്നത്, നമ്മളെ കർത്താവിൻ്റെ മഹത്വത്തിലേക്ക് വളർത്തിയെടുക്കുക ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു പ്രോസസ്സ് പരിശുദ്ധ കുർബാനയിൽ നടക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഈശോയെ നാവിൽ വെച്ചിട്ട് ഞാനിങ്ങനെ പറയും, കർത്താവേ, ഞാൻ വെറും മണ്ടനാണ്, എനിക്കൊന്നും അറിയില്ല. അങ്ങെന്തേലും പറഞ്ഞു തരുവാണെങ്കിൽ ഞാൻ എക്സാമിനൊക്കെ എഴുതും. അങ്ങെന്തേലും പറഞ്ഞു തരുവാണെങ്കിൽ ഞാൻ ആ ഇൻ്റർവ്യൂവിന് നന്നായിട്ട് പെർഫോം ചെയ്യും. അങ്ങെന്തേലും പറഞ്ഞു തരുവാണെങ്കിൽ ഞാൻ ആ ഒരു ഡീല് കാര്യങ്ങൾ എല്ലാം എനിക്ക് സംസാരിക്കാൻ പറ്റും. പക്ഷേ എനിക്കുണ്ടായ ഒരു അനുഭവം എന്താണെന്നറിയോ? കർത്താവിനോട് ആ പരിശുദ്ധ കുർബാനയിൽ ചോദിച്ചിട്ട് പോകുന്ന കാര്യങ്ങളെല്ലാം അവൻ സ്മൂത്തായിട്ട് നടത്തും. എന്ത് കാര്യമാണെങ്കിലും അവൻ ഭയങ്കര സ്മൂത്തായിരിക്കും. നമുക്ക് രാവിലെ നേരത്തെ എണീറ്റ് ത്യാഗമൊക്കെ സഹിച്ച് കുർബാനയ്ക്ക് പോകണം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്ത് വലിയ ബ്ലെസ്സിങ് ആണെന്നറിയാമോ? കാരണം ഒരു 20 കിലോമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു 10-50 ദേവാലയങ്ങളെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും. കാരണം 3 റീത്തും അതുപോലെ ദേവാലയങ്ങൾ ഇങ്ങനെ ഇതുപോലെ ഒരു ഗ്ലോറിയസ് റിച്ച് എന്ന് വേണേൽ പറയാം. ഒരു ഫെയ്ത്തിൻ്റെ ഒരു റിച്ച്, ഒത്തിരി ധ്യാന മന്ദിരങ്ങൾ, മുക്കിന് ധ്യാന കേന്ദ്രങ്ങൾ, വചനം പ്രഘോഷിക്കുന്ന വേദികൾ, നിത്യ ആരാധനകൾ,
24 hours ആരാധനകൾ, ഈവൻ നമ്മുടെയൊക്കെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കോൺവെൻറ്റുകൾ, അതുപോലെ തന്നെ സ്കൂളുകൾ, കോളേജുകൾ, ചാപ്പലുകൾ, നമ്മുടെയൊക്കെ ഓരോ സെമിനാരികൾ, ഇവിടെയെല്ലാം പരിശുദ്ധ കുർബാനയുടെ ആരാധന നടക്കുന്നു. എനിക്ക് തോന്നുന്നു ഇതുകൊണ്ടൊക്കെ ആവാം നമ്മുടെയൊക്കെ കേരളത്തെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് വിളിക്കുന്നത്, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് വിളിക്കുന്നത്. ഞാനൊക്കെ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, എത്ര പരിശുദ്ധ ബലിയാണ് മാറി 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 അർപ്പിക്കപ്പെടുന്നത്. രാവിലെ വെളുപ്പിനെ എണീക്കുന്നവർക്ക് 5 മണിക്ക് ബലി അർപ്പിക്കപ്പെടുന്നു. കുറച്ചും കൂടി താമസിച്ച് എണീക്കുന്നവർക്ക് 6 മണിക്ക് കുർബാന അർപ്പിക്കപ്പെടുന്നു. ഇനി നമ്മുടെയൊക്കെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് വെയിലടിച്ചിട്ട് എണീക്കുന്നവർക്ക് 9 മണിക്ക് കുർബാന അർപ്പിക്കപ്പെടുന്നു. നട്ടുച്ചയ്ക്ക് നടക്കാൻ പോകുന്നവർക്ക് 12 മണിക്ക് കുർബാന, 4 മണിക്ക് കാപ്പി കുടിക്കാൻ പോകുന്നവന് 4 മണിക്ക് കുർബാന, 6 മണിക്ക് ഉലാത്താൻ പോകുന്നവർക്ക് 6 മണിക്ക് പരിശുദ്ധ കുർബാന, മടിയന്മാർക്ക് രാത്രി 8 മണിക്ക് പരിശുദ്ധ കുർബാന. ഞങ്ങളുടെ എടപ്പള്ളിപ്പള്ളിയിലൊക്കെ ഉണ്ട്, ഞങ്ങളൊക്കെ പറയുന്നത് മടിയന്മാരുടെ കുർബാന എന്ന്. കാരണം ഏറ്റവും അവസാനം 8 മണിക്ക് അർപ്പിക്കപ്പെടുന്നു. ഞാനൊക്കെ പലപ്പോഴും പങ്കെടുക്കാൻ പോയിട്ടുണ്ട് 8 മണിക്കത്തെ പരിശുദ്ധ കുർബാന. ഇത്രയൊക്കെ ബലികൾ മാറി 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 അർപ്പിച്ചിട്ടും ഒരു ബലിക്ക് പോലും പോകാൻ പറ്റുന്നില്ലെങ്കിൽ പോകണ്ട. ഒരു ബലിക്ക് പോലും അർപ്പിക്കപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്താ, അവനെ അവഗണിക്കുവാണേ. കാരണം അവഗണിക്കുക, ദൈവിക സാന്നിധ്യത്തെ നമ്മൾ അവഗണിക്കുക. കാരണം ദൈവപിതാവ് എന്തുമാത്രം വേദനിച്ചിട്ടായിരിക്കും തൻ്റെ പുത്രനെ ആ ഒരു ബലിയിലൂടെ കടത്തിവിട്ട് അവൻ്റെ ശരീരവും രക്തവും ഭാഗം വെച്ച് നമുക്ക് തരുന്നത്. അത്രയും വലിയൊരു ദാനം നമുക്ക് തന്നിട്ട് നമ്മൾ അവഗണിക്കുന്നു, ഈ സാന്നിധ്യത്തെ മാറ്റി നിർത്തുന്നു. പലപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, സകല പ്രശ്നങ്ങൾക്ക് ഉത്തരവാദി എന്ന് പറയുന്നത് ഈ മാറ്റി നിർത്തപ്പെടുന്ന ദൈവിക സാന്നിധ്യമാണ്. അവഗണിക്കുന്നു, അതിനെ ഒന്ന് പുച്ഛിച്ച് തള്ളുന്നു, അല്ലെങ്കിൽ ഒരു വിലയും കൽപ്പിക്കപ്പെടുന്നില്ല. പരിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കുന്നത് പോലും ഇറ്റ്സ് എ ഫാക്റ്റ്. കാരണം അതൊരു വിശുദ്ധ സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. അതിവിശുദ്ധ സ്ഥലത്ത് ബലിയർപ്പിക്കപ്പെടുമ്പോൾ, വിശുദ്ധ സ്ഥലത്ത് നമ്മൾ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതൊരു വിശുദ്ധ സ്ഥലമാണെന്നുള്ളൊരു ബോധം പോലും നമ്മുടെ തലയ്ക്കുള്ളിൽ കയറുന്നില്ല. എനിക്കൊക്കെ കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായിരുന്നു. കാരണം ഞാൻ MTech ഒക്കെ ചെയ്ത സമയത്ത് പ്രൊജക്റ്റൊക്കെ ചെയ്തത് സിഡാക്കിലാണ്, ട്രിവാൻഡ്രത്ത്. അപ്പോൾ അവിടെ ഉച്ച വരെയാണ് നമുക്ക് പ്രൊജക്റ്റ് ടൈം. ഉച്ച കഴിഞ്ഞിട്ട് ആ വഴുതക്കാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ സെൻറ്റ് ജോസഫ് പ്രസ് ഒക്കെ ഉണ്ട്, അവിടെ ഒരു നിത്യാരാധന ചാപ്പലുണ്ട്. ആ ഉച്ച കഴിഞ്ഞ് ഒരു 2 മണി മുതൽ ഒരു വൈകിട്ട് ഒരു 5:45 വരെ അവിടെ ഇരിക്കും, ആ കുർബാനയുടെ ഫ്രണ്ടിലിരിക്കും. 5:45 അവിടെ കുർബാന, ആ പള്ളിയിൽ, വഴുതക്കാട് പള്ളിയിൽ. 5:45 കുർബാനയും കൂടി കഴിഞ്ഞിട്ട് ഞാൻ റൂമിലേക്ക് പോവുള്ളൂ. ഒരു 6 മാസം എനിക്ക് അങ്ങനെ ഒരു അവസരം കർത്താവ് തന്നു ഈശോയുടെ കൂടെ ഇരിക്കാനായിട്ട്. അന്നത്തെ ആ ഇരിപ്പാണ് ഇന്ന് കാണുന്ന ഈ ജോർജ് 2013 കാലഘട്ടങ്ങളിൽ. കാരണം അത് കർത്താവിൻ്റെ കൂടെ അങ്ങ് ഇരിക്കുകയാണ്, ഇരുന്ന് കർത്താവിനെ നോക്കിയിരിക്കുകയാണ്. അമ്മ തെരേസയോട് ഒരാളിങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്നെ ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാവോ? അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ ഈശോയെ നോക്കിയിരിക്കും, ഈശോ എന്നെ നോക്കിയിരിക്കും. കാരണം ദാറ്റ് ഈസ് എ ഗ്രേറ്റസ്റ്റ് പ്രയർ, കർത്താവിൻ്റെ കൂടെ ഇരിക്കുക. അതൊരു അഗ്നിയാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ ഹൈ റേഞ്ചിൽ പണ്ട് ജീവിച്ച സമയത്തൊക്കെ, ജനിച്ച് വളർന്നൊക്കെ ഹൈ റേഞ്ചിലാണ്. അന്നൊക്കെ കൊടും തണുപ്പാണ്. അപ്പോൾ നമ്മളിങ്ങനെ വിറകമ്പൊക്കെ കൂട്ടിയിട്ട് കത്തിക്കും ചൂട് കിട്ടാൻ വേണ്ടി. ഇതുപോലെയാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. അതും ഒരു മഹാ അഗ്നിയാണ്. അതിൻ്റെ ഫ്രണ്ടിലിരിക്കുമ്പോൾ നമ്മളും പയ്യെ തീ പിടിക്കാൻ തുടങ്ങും. കാരണം അതിൻ്റെ ചൂടിങ്ങനെ അടിച്ചടിച്ച് കുറേ നേരം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടിലേക്ക് പയ്യെ എത്തും. ഇതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയുടെ ഫ്രണ്ടിലിരിക്കുമ്പോൾ പയ്യെ നമ്മളിങ്ങനെ തീ പിടിച്ച് പതുക്കെ നമ്മളും ഒരു അഗ്നിയായി മാറപ്പെടുകയാണ്. നമ്മുടെ കണ്ണ്, നോട്ടം, കേൾവി, ചിന്ത, സംസാരം, നാവിലൊക്കെ അവൻ്റെ അഗ്നി അവൻ വർഷിക്കപ്പെടും. നമ്മുടെ ചിന്താമണ്ഡലത്തിലേക്കൊക്കെ പരിശുദ്ധ കുർബാനയിൽ നിന്ന് ഒരു അഗ്നി ഇറങ്ങും. നമ്മുടെ മനസ്സിൻ്റെ തലങ്ങളിലേക്ക്, ഹൃദയത്തിൻ്റെ തലങ്ങളിലേക്കൊക്കെ ഒരു അഗ്നി വീശപ്പെടും. വചനം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ആരെങ്കിലും ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചാൽ, അല്ലെങ്കിൽ ആരെങ്കിലും അവൻ്റെ മുമ്പിൽ ഒന്ന് ഇരുന്നാൽ എന്നേക്കും അവൻ ജീവിക്കും. ലോകത്തിൻ്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുന്നവനിൽ ഞാൻ അവനിലും അവൻ എന്നിലും വസിക്കുന്നു. കാരണം ഒരു ജീവൻ്റെ ഒഴുക്ക് അവൻ തുടങ്ങും. പ്രഭാഷകൻ 37:16 മുതൽ 18 വരെയുള്ള വചനങ്ങളെ പറയുന്നുണ്ട്, ചിന്തയാണ് ഹൃദയത്തിൽ വേരൂന്നിരിക്കുന്നത്. അതിന് 4 ശാഖയുണ്ട്. എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം ചിന്തയാണ്. അതിന് 4 ശാഖയുണ്ട്: നന്മ, തിന്മ, ജീവൻ, മരണം. ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാമെന്നാണ് പറയുന്നത്.
ഇഷ്ടമുള്ളത് നിനക്ക് തിരഞ്ഞെടുക്കാം. നന്മ തിരഞ്ഞെടുത്താൽ നമ്മൾ ആത്മീയമായിട്ട് ജീവിക്കും. അങ്ങനെ നന്മ തിരഞ്ഞെടുക്കുക, അതുവഴി നമ്മളിൽ നിന്ന് നന്മ പുറത്തോട്ട് വരിക. നമ്മളിൽ നിന്ന് നന്മ പുറത്തോട്ട് വരുന്നത് നമ്മുടെ നോട്ടത്തിലൂടെ, നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ കേൾവിയിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെ, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡിലൂടെയൊക്കെയാണ് ഈ നന്മ പുറത്തോട്ട് വരുന്നത്. മറ്റുള്ളവർക്ക് അത് ഫീൽ ചെയ്യപ്പെടണം. ഞാൻ നന്മയുള്ളൊരു വ്യക്തിയാണ്, എൻ്റെ ഉള്ളിൽ ജീവനുണ്ടെന്ന് മറ്റുള്ളവർക്ക് ഫീൽ ചെയ്യപ്പെടണം. അല്ലെങ്കിൽ ഫലമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സ്നാപകൻ വന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട്, ഫലം എവിടെ? മാനസാന്തരത്തിന് യോജിച്ച ഫലം നീ പുറപ്പെടുവിക്കുകയും നല്ലൊരു ആറ്റിറ്റ്യൂഡിന് യോജിച്ച ഫലം നമ്മളിൽ നിന്ന് പുറത്ത് വന്നേ പറ്റത്തുള്ളൂ. നമ്മുടെ ഒരു ബിഹേവിയറൽ ആസ്പെക്ട്സിൽ നിന്ന് നമുക്കത് തിരിച്ചറിയാൻ പറ്റും. ഓരോ വ്യക്തി സംസാരിക്കുന്നത്, നോക്കുന്നത്, ഇടപെടുന്നത്, ആ ഒരു ലെവലിൽ നിന്ന് ആ വ്യക്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, ആ വ്യക്തിയുടെ ഒരു ഉദ്ദേശം എന്താണ്, വാട്ട് ഈസ് ദ ഇൻറ്റൻഷൻ, ഇതെല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ ആക്ടിവിറ്റീസ് മുഴുവൻ നമ്മളിൽ നിന്ന് വരുന്നത് നമ്മുടെ ശരീരത്തിലൂടെയാണ്. നമ്മുടെ കയ്യിലൂടെ, നമ്മുടെ കാലിലൂടെ, നമ്മുടെ കണ്ണിലൂടെ, നമ്മുടെ നാവിലൂടെ, നമ്മുടെ കേൾവിയിലൂടെ ഒക്കെയാണ്, നമ്മുടെ ചിന്തയിലൂടെ, നമ്മുടെ ബ്രെയിനിലൂടെ, നമ്മുടെ ഹൃദയത്തിലൂടെ ഒക്കെയാണ് ഈ സാധനം പയ്യെ പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഈ സാധനത്തിനെ മുഴുവൻ, നമ്മുടെ ശരീരത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തുന്നത് പരിശുദ്ധ കുർബാനയാണ്. കാരണം ഒരു ശരീരത്തിനെ മറ്റൊരു ശരീരത്തെ മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ. ഒരു ശരീരത്തിനെ മറ്റൊരു ശരീരത്തെ മാറ്റം വരുത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നത്. ഇറ്റ്സ് ആൻ ആൻറ്റിബോഡി. അത് കഴിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ഡിഫക്റ്റ് ആയിട്ടുള്ള ശരീരഭാഗങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് അവൻ കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈ പാപപങ്കിലമായ അശുദ്ധി നിറഞ്ഞ ഈ ശരീരത്തെ മഹത്വമേറിയ ക്രിസ്തുവിൻ്റെ ശരീരത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നത് പരിശുദ്ധ കുർബാനയാണ്. എൻ്റെ കയ്യിനെ ക്രിസ്തുവിൻ്റെ കരങ്ങളാട്ട് മാറ്റം വരുത്തുന്നത് പരിശുദ്ധ കുർബാനയാണ്. ക്രിസ്തുവിൻ്റെ മഹത്വത്തിലേക്ക് അപ്ലിഫ്റ്റ് ചെയ്യുന്നത് പരിശുദ്ധ കുർബാനയാണ്. എൻ്റെ ഈ നോട്ടത്തെ, പാപം നിറഞ്ഞ ഈ നോട്ടത്തെ മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ കാഴ്ചപ്പാടിലേക്കുള്ള നോട്ടത്തിലേക്ക് എന്നെ രൂപാന്തരപ്പെടുത്തുന്നത് പരിശുദ്ധ കുർബാനയാണ്. അശുദ്ധി നിറഞ്ഞ ഈ കാതുകളെ രൂപാന്തരപ്പെടുത്തുന്നത് പരിശുദ്ധ കുർബാനയാണ്. ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുമ്പോൾ ആ കേൾക്കാൻ ഒരു കൃപ തരുന്ന കാതിനെ രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധ കുർബാനയാണ്. നമ്മുടെ ചിന്താമണ്ഡലത്തെ രൂപാന്തരപ്പെടുത്തുന്ന പരിശുദ്ധ കുർബാനയാണ്. നമ്മുടെ നാവിനെ വിശുദ്ധീകരിക്കപ്പെടുത്തുന്നത് പരിശുദ്ധ കുർബാനയാണ്. വിലകെട്ടവ പറയാതെ സദ്വചനം മാത്രം പറയാനായിട്ട് ഈ നാവിനെ ശക്തിപ്പെടുത്തുന്ന പരിശുദ്ധ കുർബാനയാണ്. അത് ഓരോ ദിവസം രൂപാന്തരപ്പെടുത്തി നീ എൻ്റെ നാവ് പോലെയാകും എന്ന് പറഞ്ഞ ആ ഒരു വചനം മാംസം ധരിപ്പിക്കുന്നത് പരിശുദ്ധ കുർബാനയാണ്. അധ്വാനിക്കാനായിട്ട്, കഷ്ടപ്പെടാനായിട്ട്, അലസത പൂണ്ട് നിൽക്കാതെ ഉത്തരവാദിത്തങ്ങൾ ശക്തിയായിട്ട് ചെയ്യാൻ ഈ കരങ്ങളെ ശക്തിപ്പെടുന്ന പരിശുദ്ധ കുർബാനയാണ്. നമ്മളെ കർത്താവ് അയക്കുന്നിടത്തേക്ക് നടന്ന് നീങ്ങാനായിട്ട് നമ്മുടെ കാലുകൾക്ക് ബലം തരുന്നത്, നിന്നെ രണ്ട് കാലുകളിൽ ബലപ്പെടുത്തി ഞാൻ നിന്നെ നിർത്തും, കഴുകനെ പോലെ ശക്തി നിൻ്റെ കാലുകൾക്ക് ഞാൻ തരും എന്നൊക്കെ പറഞ്ഞ ആ ഒരു ലെവലിലേക്ക് നമ്മുടെ പാദങ്ങളെ വിശുദ്ധീകരിച്ചെടുക്കുന്നത്, കർത്താവ് ആഗ്രഹിക്കുന്ന വഴിയിലൂടെ നടക്കാനായിട്ട് കൃപ തരുന്ന പരിശുദ്ധ കുർബാനയാണ്. ആ കുർബാനയിൽ നമുക്ക് ആശ്രയിക്കാം. നിനക്ക് എന്താവശ്യമുണ്ടോ നീ എങ്ങും ചെല്ലണ്ട, ദൈവത്തിലേക്ക്, പരിശുദ്ധ കുർബാനയിലേക്ക്, സക്രാരിയിലേക്ക് മാത്രം നീ ഫോക്കസ് ചെയ്യുക. നിനക്ക് എന്ത് കാര്യം ഡിസൈഡ് ചെയ്യണോ, നീ വ്യക്തികളുടെ പിന്നാലെ പോകണ്ട. വ്യക്തികളെ സൃഷ്ടിച്ച സൃഷ്ടാവിൻ്റെ അടുത്ത് ചെന്നിരിക്കുക. ആ സൃഷ്ടാവിൻ്റെ അടുത്ത് ചോദിക്കുക, കർത്താവേ ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാൻ എന്ത് ഡിസിഷൻ എടുക്കേണ്ടത്? അവൻ കറക്റ്റ് പറഞ്ഞു തരും. ദിസ് ഈസ് ദ വേ, ഇതുവഴി പോ, ഇതാണ് വഴി, ഇതിലേ പോവാൻ അവൻ കറക്റ്റ് എന്നെ സഹായിക്കും. പരിശുദ്ധ കുർബാനയിൽ നമുക്ക് കേന്ദ്രീകൃതമായ ഒരു ക്രൈസ്തവ ജീവിതം നമുക്ക് നയിച്ചു തുടങ്ങാം. നമുക്ക് കുർബാനയിലേക്ക് പോകാം. നമ്മുടെ കുഞ്ഞുങ്ങളെ മുഴുവൻ കുർബാനയിലേക്ക് കേന്ദ്രീകരിക്കുക. അങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ ദിവ്യകാരുണ്യ ഭക്തിയിൽ വളരട്ടെ. കാരണം അവർ ചെറുപ്പം മുതൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ച് വന്നു കഴിഞ്ഞാൽ അവർക്ക് അത് മതി. അവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം വളർന്നു വരും. ആ ഒരു സാന്നിധ്യം മതി അവർ നേരായ വഴിക്ക് നീങ്ങപ്പെടാനായിട്ട്. അതുകൊണ്ട് ആ കുർബാനയിൽ ആശ്രയിക്കാം. പരിശുദ്ധ അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം അമ്മ വചനത്തെ മാംസം ധരിച്ചാണല്ലോ, പരിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയാണല്ലോ. ആ അമ്മയെ നമുക്ക് മുറുകെ പിടിക്കാം. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പരിശുദ്ധ കുർബാനയിലെ ഈശോയെ തിരിച്ചറിയാനും അവനിൽ കേന്ദ്രീകൃതമായ ഒരു ആത്മീയ ജീവിതം നയിക്കാനും അവനോട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തികളായി മാറാനും നീ ഞങ്ങളെ സഹായിക്കണമേ, കൂട്ടായിരിക്കണമേ. ആമേൻ.